കർത്താവിൻ്റെ നാമത്തിന് മഹത്വം. മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. 2 കൊരിന്ത്യർ ലേഖനം 11 അധ്യായത്തിൻ്റെ 8 മുതലുള്ള വേദഭാഗങ്ങൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ചില ഭാഗങ്ങളാണ് ഇന്നൊന്നിച്ച് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. പൗലോസ് കൊരിന്തിലുള്ള സഭയോട് എഴുതുകയാണ്, നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ മറ്റ് സഭകളോട് കവർന്ന് അവരോട് ചിലവിന് വാങ്ങി. നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ മൂട്ടുണ്ടായാറെ ഞാൻ ഒരുത്തിനെയും ഭാരപ്പെടുത്തിയില്ല. മക്കതോനിയിൽ നിന്ന് വന്ന സഹോദരന്മാരത്രേ എൻ്റെ മുട്ട് തീർത്തത്. ഞാൻ ഒരു വിധേനയും നിങ്ങൾക്ക് ഭാരമാകാതെ വണ്ണം സൂക്ഷിച്ചു, മേലാലും സൂക്ഷിക്കും. 10 വാക്യത്തിൽ താൻ പറയുന്നു, എന്നിലുള്ള ക്രിസ്തുവിൻ്റെ സത്യത്താണ് അഖായ പ്രദേശങ്ങളിൽ ഈ പ്രശംസ എനിക്ക് ആരും ഇല്ലാതെ ആക്കുകയില്ല. നോക്കണമേ പ്രിയമുള്ളവരെ, പൗലോസ് വലിയ ധൈര്യത്തോടുകൂടെ പറയുകയാണ് താൻ എങ്ങനെയാണ് വിശ്വസ്തയോട് കൊരിന്ത് ദേശത്ത് ശുശ്രൂഷ ചെയ്തത്. കൊരിന്ത് ദേശത്ത് താൻ വേല തുടങ്ങുമ്പോഴാണ് അക്വിലാസും പ്രിസ്കില്ലയും കൊരിന്തിലേക്ക് വരുന്നതും പൗലോസുമായിട്ട് ഒന്നിച്ച് താമസിക്കുന്നതും അവരൊന്നിച്ച് അവിടുത്തെ ശുശ്രൂഷ ചെയ്യുന്നതുമൊക്കെ. അക്വിലാസിൻ്റെയും പ്രിസ്കില്ലായുടെയും തൊഴിൽ കൂടാരപ്പണിയായിരുന്നു. പൗലോസിൻ്റെയും തൊഴിൽ അതുതന്നെ ആയതുകൊണ്ട് അവരൊന്നിച്ച് തൊഴിൽ ചെയ്തു. പൗലോസിൻ്റെ കൂടാരപ്പണി, പൗലോസ് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ജീവിച്ചതിനെക്കുറിച്ചൊക്കെ വളരെ പ്രശംസനീയമാകുന്ന വിധത്തിൽ തിരുവചനത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയും. വളരെ ഉത്തമ മാതൃകയായി നമുക്ക് പഠിക്കുവാൻ കഴിയും. അങ്ങനെ ശുശ്രൂഷിച്ച ഒരു സഭയാണ് കൊരിന്ത് സഭ. ആ സഭയോട് പൗലോസ് പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ ഇടയിൽ വലിയ ഒരു പ്രശംസയുണ്ട്. ആത്മാഭിമാനത്തോടുകൂടെ പറയത്തക്കവണ്ണം താൻ ശുശ്രൂഷിച്ചത് ആർക്കും ഭാരമാകാതെയാണ് എന്ന് പറയേണ്ട ഒരു ധൈര്യം പൗലോസിന് അവിടെയുണ്ട്. മുന്നോട്ടുള്ള വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, താൻ പ്രശംസിക്കുന്ന കാര്യത്തിൽ അതിധൈര്യത്തോടു കൂടിയാണ് താൻ പറയുന്നത്. 17 വാക്യത്തിൽ പറയുന്ന അതിധൈര്യത്തോടു കൂടിയാണ് താൻ ഈ കാര്യങ്ങളിൽ പ്രശംസയോടുകൂടെ പറയുന്നത്. താൻ പ്രശംസിക്കുന്ന വിഷയങ്ങളിൽ തനിക്ക് തെറ്റിപ്പോകുന്നതിലും മരിക്കുക തന്നെയാണ് തനിക്ക് നല്ലതെന്ന് പറയത്തക്കവണ്ണം. എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിലെ ചില നിഷ്ഠകൾ, ചില പോളിസീസ് നഷ്ടപ്പെടുന്നതിലും തൻ്റെ പേര് മോശമാകുന്നതിലും തനിക്ക് നല്ലത് മരണമാണെന്ന് പോലും പറയത്തക്കണം. അത്ര കണിശമായിട്ട് വിശ്വസ്തയോട് മാതൃകാപരമായി ശുശ്രൂഷിച്ചെന്ന് താൻ ധൈര്യത്തോടുകൂടെ പറയുകയാണ്. ഇങ്ങനെയുള്ള ശുശ്രൂഷകന്മാരാണ് ഈ കാലഘട്ടത്തിന് ആവശ്യം. പക്ഷേ പലപ്പോഴും നമുക്ക് ചുറ്റും കാണുന്ന അനുഭവങ്ങൾ ദൈവരാജ്യത്തെ വിറ്റ് യേശുവിനെ വിറ്റതുപോലെ യേശുവിനെ വിറ്റ് ജീവിക്കുന്ന ദ്രവ്യാഗ്രഹമുള്ള ഒത്തിരി ആളുകളെയാണ്. അത് വലിയ അപമാനമാണ്. സുവിശേഷ വേലയ്ക്ക്, ദൈവരാജ്യത്തിന് അങ്ങനെയുള്ളവർ വലിയ അപമാനമാണ്. ചുറ്റും കാണുന്ന കാഴ്ചകൾ അങ്ങനെ ദുഃഖിപ്പിക്കുന്ന ഒത്തിരി കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. ഈ വചനത്തിലുള്ള ഈ പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളെ ചലഞ്ച് ചെയ്യാനുള്ളത്, പൗലോസ് പറഞ്ഞതുപോലെ പ്രശംസയോടുകൂടെ ധൈര്യത്തോടുകൂടെ ഞാൻ വേലയിൽ ആർക്കും ഒരു ഭാരമായില്ല. ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അഖായയിൽ നിന്ന് വന്ന സഹോദരന്മാരാണ് എൻ്റെ ബുദ്ധിമുട്ട് തീർത്തത്. എന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ നിങ്ങളോട് ആരോടും ഞാൻ ചോദിച്ചില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ പൗലോസ് തൻ്റെ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ ആരോടും ഷെയർ ചെയ്തില്ല. അഖായയിൽ നിന്ന് വന്ന സഹോദരന്മാർ അവർ എന്തോ പൗലോസിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ ആ ബുദ്ധിമുട്ട് തീർത്തു. ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്, നിങ്ങൾ എൻ്റെ ബുദ്ധിമുട്ടിൽ 1-2 വട്ടം അയച്ച് എന്നെ സഹായിച്ചു. അവരുടെ കോൺട്രിബ്യൂഷൻ മറ്റാരുടെയോ കയ്യിൽ, പൗലോസിൻ്റെ കയ്യിൽ എത്തിച്ചു. അങ്ങനെ ദൈവം പൗലോസിൻ്റെ ബുദ്ധിമുട്ട് തീർത്തു. വലിയ പ്രശംസയാണ് പൗലോസിന്. ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് മനുഷ്യനോട് പറയാതെ ജീവിച്ച പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണ കൂടെ മാറണം. പൗലോസ് കൂടാരപ്പണി മാത്രം ചെയ്താണ് ജീവിച്ചതെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ചില സാഹചര്യങ്ങളിൽ പൗലോസ് കൂടാരപ്പണി ചെയ്ത് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ജീവിച്ചു. മറ്റു ചില സന്ദർഭങ്ങളിൽ അവന് ദൈവസഭകളോട് അവരുടെ നന്മകൾ സ്വീകരിച്ച് ജീവിച്ചു എന്ന് വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നു. അപ്പോൾ കൂടാരപ്പണി ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒരു തൊഴിൽ ചെയ്ത് മറ്റാരോടും ഒന്നും സ്വീകരിക്കാതെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം, ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തി, വചനം പഠിപ്പിക്കുന്ന വ്യക്തി പഠിക്കുന്നവരോട് ആത്മീയ നന്മകൾക്ക് കൂട്ടാളിയായിരിക്കുന്നത് പോലെ ഭൗതിക നന്മകൾക്ക് കൂട്ടാളിയായിരിക്കുന്നത് തെറ്റാണെന്നല്ല. അങ്ങനെ ചെയ്യാം. പക്ഷേ അങ്ങനെ ജീവിക്കുമ്പോഴും ഫുൾ ടൈം മിനിസ്ട്രി ചെയ്യുമ്പോഴും ഒരു കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. നാം ആർക്കും ഒരു ഭാരമാകരുത്. ദൈവരാജ്യത്തിന്, ദൈവനാമത്തിന് നാം
അപമാനമാകരുത്. ഫുൾ ടൈം വേല ചെയ്യുന്നവർ മാത്രമല്ല, പൗലോസ് പറഞ്ഞു അധ്വാനിക്കാത്തവർ ഭക്ഷണം പോലും കഴിക്കരുത് എന്ന് പറഞ്ഞാൽ വിശർപ്പോടുകൂടി മാത്രമേ നാം നമ്മുടെ ഭക്ഷണം കഴിക്കാവുള്ളൂ. ശുശ്രൂഷ ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിലും അല്ല, ഫുൾ ടൈം മിനിസ്ട്രി ചെയ്യുന്നവരാണെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിലും ആരാണെങ്കിലും നന്നായി അധ്വാനിച്ച് വിശർപ്പോടുകൂടെ മാത്രമേ നമ്മുടെ ഭക്ഷണം കഴിക്കാവുള്ളൂ. ശുശ്രൂഷിക്കുന്നവർ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിച്ച് ആ വിശർപ്പോടുകൂടെ അവരുടെ ഭക്ഷണം അവർ കഴിക്കട്ടെ. അത് വലിയ അനുഗ്രഹമായി തീരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ.